കുതിരവട്ടം പപ്പു ഓർമ്മയായിട്ട് ഇന്ന് 26 വർഷം തികയുകയാണ്. ചെയ്തുവെച്ച ഓരോ കഥാപാത്രങ്ങളെയും സിനിമ ആസ്വാദകന്റെ മനസ്സിൽ വരച്ചിട്ട് പോയ അപൂർവ പ്രതിഭ. കാലം മായ്ക്കാത്ത കഥാപാത്രങ്ങളെ എപ്പോൾ കണ്ടാലും ചിരി നിർത്താനാകാത്ത അത്ഭുതമായാണ് കുതിരവട്ടം പപ്പു അഭ്രപാളികളിൽ ആടിത്തീർത്തത്. 2000 ഫെബ്രുവരി 25-നാണ് കുതിരവട്ടം പപ്പു വിട പറഞ്ഞത്. കണ്ടില്ലേ, പപ്പു അഭിനയിച്ച മിക്ക സിനിമകളും ചിരിയോടെയല്ലാതെ കണ്ടിരിക്കാനാകില്ല. കാലാതീതമായ കഥാപാത്രങ്ങളുടെ പ്രസക്തി ഇന്ന് ജെൻസി കാലത്തും നിറഞ്ഞു നിൽക്കുകയാണ്. റീൽസിലും സ്റ്റിക്കറിലും മീമുകളിലുമൊക്കെയായി ഇന്നും പപ്പു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി പറഞ്ഞു പോകുന്ന ചില സംഭാഷണങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോഴാണ് സിനിമകൾ ക്ലിക്കാവുന്നത്. അത്തരത്തിൽ മലയാളി ഒരിക്കലും മറക്കാത്ത നിരവധി ഹാസ്യ ഡയലോഗുകൾ പപ്പുവിന്റെ സംഭാവനയായി പല സിനിമകളുടെയും വിജയമായി ഒപ്പമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറാണ് പത്മദളാക്ഷനെ കുതിരവട്ടം പപ്പുവാക്കിയത്. 70കളിൽ പപ്പു തിരക്കേറിയ നടനായി. മൂർഖൻ, അങ്ങാടി, അമ്പലവിളക്ക്, മീൻ, സ്ഫോടനം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഇക്കാലത്താണ്. പിന്നെയും അനവധി ചിത്രങ്ങളുണ്ട്. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, ടി.പി. ബാലഗോപാലൻ എം.എ, വെള്ളാനകളുടെ നാട്, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാവ ആളറിയാം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്നത് അവയിൽ ചിലത് മാത്രമാണ്. ജയന്റെ കൂടെയുള്ള വേഷങ്ങളും പപ്പുവിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. പ്രേക്ഷകർ ഏറ്റെടുത്ത ഇപ്പോഴും സംസാരത്തിൽ കയറി വരുന്ന ഒരു സംഭാഷണമാണ് തേന്മാവിൻ കൊമ്പത്തിലെ താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്, അപ്പോൾ ഞാൻ പറയാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും എന്നത്. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? നാഗവല്ലിയെ കണ്ട് സമനില തെറ്റിയ കാട്ടുപറമ്പനെയും അത്ര പെട്ടെന്ന് മലയാളികൾ മറക്കാനിടയില്ല. സ്ഥിരം നമ്മൾ പറയുന്ന എത്രയെത്ര ഡയലോഗുകൾ കാട്ടുപറമ്പൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പപ്പു സിനിമയിൽ ഏതെങ്കിലും വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടികളെല്ലാം പിന്നീട് ചരിത്രമായതാണ് ചരിത്രം. ടാസ്കി വിളിയടാ, മൊയ്തീനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇങ്ങെടുക്ക, അതെന്താ ഈ കോണ്ടസ, ഇതൊക്കെ പപ്പുവിന്റെ എക്കാലത്തെയും ശ്രദ്ധിക്കപ്പെട്ട വണ്ടി ഡയലോഗുകളുമാണ്. തനി നാട്ടുംപുറത്തുകാരന്റെ അതിശയോക്തി കലർന്ന ഭാവപ്രകടനം നൽകാൻ കുതിരവട്ടം പപ്പുവിനോളം മറ്റാരും ഉണ്ടായിരുന്നില്ല. കഥാപാത്രത്തിന്റെ മോഡ് മാറുന്നതിനനുസരിച്ച് അനായാസം ശരീരഭാഷയും അദ്ദേഹത്തിന്റെ ടോണും മാറ്റാൻ അനായാസം കഴിഞ്ഞ നടൻ. വെള്ളാനകളുടെ നാട്ടിലെ സുലൈമാനും, മണിച്ചിത്രത്താഴിലെ കാട്ടുപറമ്പനും, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നുവിലെ സർദാർ കോമക്കുറുപ്പും, ഓട്ടോയിലെ മൊയ്തുവും, മിന്നാരത്തിലെ ട്യൂഷൻ ടീച്ചറും, തേന്മാവിൻ കൊമ്പത്തെ ചാക്കുട്ടിയും ഉൾപ്പെടെ കുതിരവട്ടം പപ്പുവിന്റെ ഹിറ്റ് കഥാപാത്രങ്ങൾ എണ്ണിയാൽ തീരില്ല. തമാശക്കാരൻ മാത്രമല്ല പപ്പു, നല്ല ക്യാരക്ടർ റോളുകളിലൂടെയും പപ്പു തന്റെ സിനിമാ ജീവിതത്തെ അടയാളപ്പെടുത്തി. അങ്ങാടിയിലെ പാവാട വേണം മേലാട വേണം എന്ന ഗാനം, അവളുടെ രാവുകളിലെ റിക്ഷാ വണ്ടിക്കാരൻ, നഖക്ഷതങ്ങളിലെ അടുക്കളക്കാരൻ, ദി കിങ്ങിലെ സ്വാതന്ത്ര്യ സമര സേനാനി, ഇതൊക്കെ ചിലത് മാത്രം. ജീവിതം ദൈന്യതയുടെ കൂർത്ത മുനമ്പുകൊണ്ട് കുത്തിത്തുളയ്ക്കുമ്പോഴും നേർത്ത വിഷാദച്ചിരിയിലൂടെ പപ്പു നമ്മളെ കരയിപ്പിക്കും. നിത്യജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത എത്രയെത്ര കഥാപാത്രങ്ങൾ, സാധാരണക്കാരുടെ ഭാവപകർച്ചകളെ സാധാരണത്വം തോന്നുന്ന വിധത്തിൽ അഭിനയിപ്പിച്ചു ഫലിപ്പിച്ച അസാധാരണ നടൻ. അഭ്രപാളികളിൽ നമ്മെ വിസ്മയിപ്പിച്ച അത്ഭുതമായി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും അനശ്വരമായി നിലനിൽക്കുന്നു. കൾച്ചറൽ ഡെസ്ക്, കേരള വിഷൻ.